വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ കുഞ്ഞാവ ഉണ്ടായി നമ്മൾ റൂമിലേക്ക് അവളെ റിസീവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. റൂമിലോട്ടും പിന്നെ അവർ താമസിക്കുന്നിടത്തോട്ട് വീട്ടിലോട്ടും കൂടെ അവളെ കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ്. അത്രേ ഉള്ളൂ, ഒരു കുഞ്ഞൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞാവയും അവളെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ റൂമിൻ്റെ വീഡിയോ ഒന്ന് ഓടിച്ചിട്ട് എടുത്തതേ ഉള്ളൂ. ഈ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഒരു വൈകുന്നേരം 7:30 ആയപ്പോഴാണ് അവൾ ജനിച്ചത്. അതിനുശേഷം ഒരു 10-10:30 ആയപ്പോഴത്തേനും അവളെ റൂമിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞാനും അമ്മയും കൂടെ റൂമിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അവനിങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുമായിരുന്നു. അപ്പം ജസ്റ്റ് ഞാനും അമ്മയും കൂടെ റൂമിൽ വെയിറ്റ് ചെയ്ത സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു കേട്ടോ. അവൾക്ക് കിടക്കാൻ വേണ്ടിയുള്ള കട്ടിൽ, പിന്നെ കുഞ്ഞിന് കിടക്കാൻ വേണ്ടിയുള്ളൊരു തൊട്ടിൽ, പിന്നെ ഇതുപോലെ ഒരു നല്ലൊരു സെറ്റ്, അവിടെ നല്ല നമുക്കൊരാൾക്ക് കിടക്കാൻ പറ്റുന്ന പോലെ. പിന്നെ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ അവരിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. മദർഹുഡിൻ്റെ തന്നെ ലോഷന്, എന്താ പറയണ്ടേ, ബോഡി ലോഷന്, പിന്നെ ഷാമ്പൂ, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചീപ്പ്, പിന്നെ ബ്രഷ്, ഇത്രയും സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാണ്. പിന്നെ ഒരു കബോർഡിൽ അവൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകൾ, ബ്ലാങ്കറ്റുകൾ, എക്സ്ട്രാ ബ്ലാങ്കറ്റ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. നല്ല നീറ്റായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ സറൗണ്ടിങ്സൊക്കെ നല്ല നീറ്റായിരുന്നു. അപ്പോൾ അത് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 10:30 ആയപ്പോഴത്തേന് സിസേറിയൻ ആയിരുന്നു കേട്ടോ. 10:30 ആയപ്പോഴത്തേനും, കാരണം 7:30 ആയപ്പം ഡെലിവറി കഴിഞ്ഞ് ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേന് അവളെ റിസീവ് ചെയ്തു. അത് കഴിഞ്ഞിട്ടായിരുന്നു കുഞ്ഞിനെ റിസീവ് ചെയ്തത്. അപ്പോൾ കുഞ്ഞിനെ റിസീവ് ചെയ്യുന്നതിന് മുമ്പ് അവർ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റൂമിൻ്റെ പുറത്താണെങ്കിൽ ഇങ്ങനെ ബേബി ഗേൾ എന്ന് പറഞ്ഞുകൊണ്ടൊരിത്, പിന്നെ അങ്ങനെ 2 ബലൂണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം കുഞ്ഞിനെ റിസീവ് ചെയ്തു. പിന്നെ രാത്രിയിലൊന്നും അവൾ വലിയ വഴക്കൊന്നും ഇല്ലാത്ത കുഞ്ഞായിരുന്നു കേട്ടോ, കുഞ്ഞാണ്. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവളും കുഞ്ഞും കൂടെ ഇങ്ങനെ, അവൾ കുഞ്ഞിനെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നൊരു ഭാഗമാണിത്. ഞാനിതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചായിരുന്നു. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. അപ്പം ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അവൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവളുടെ ഹസ്ബൻഡ് കന്നഡയനാണ്. അപ്പോൾ അവരിങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞിട്ടാണ് സ്വീകരിക്കുന്നത്. നമുക്ക് ഞാൻ വീട്ടിലോട്ട് കുഞ്ഞിനെയും കൊണ്ട് വന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുമാതിരി രാത്രിയായിരുന്നു. പിന്നെ ഇങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് പക്ഷേ ഇവിടെ ഇങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് ഒക്കെയാണ് ഇങ്ങനെ ഒരു തട്ടത്തിനകത്തിൽ സിന്ദൂരവും വെള്ളം കൂടെയാണെന്ന് തോന്നുന്നു ഒഴിച്ചിങ്ങനെ കലക്കിയിട്ട് അതിൽ പിന്നെ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആരതി ഒഴിഞ്ഞിട്ട് ആ സിന്ദൂരത്തിൻ്റെ ഇങ്ങനെ അവളെ ഇങ്ങനെ തൊടിയിപ്പിക്കും. അതിനുശേഷം ഇതിങ്ങനെ കൊണ്ട് വെളിയിൽ കൊണ്ടിങ്ങനെ തട്ടിക്കളയും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അവർ അതൊക്കെ ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് നമുക്കൊരു ചെടി, പിന്നെ എന്താ പറയണ്ടേ, പിന്നെ അവളുടെ കാലും ഇങ്ങനെ ഒരു ബോർഡിലായിട്ട് ഇങ്ങനെ മഷിയിൽ ഇങ്ങനെ പതിപ്പിച്ചിട്ട് അതും ഈ ചെടിയിൽ വെച്ചിട്ട് പിന്നെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവർ ജസ്റ്റ് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് നമുക്ക് അവർ തരും. അപ്പോൾ അതുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഒരു കേക്ക് തന്നിട്ടുണ്ടായിരുന്നു അവർ ഡിസ്ചാർജ് ആകുന്ന സമയത്ത്. അപ്പോൾ അത് നമ്മൾ അവിടെ വെച്ച് കുറച്ച് ലേറ്റായി. നമുക്ക് ഡിസ്ചാർജ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കുറേ ലേറ്റായി. രാവിലെ ഡിസ്ചാർജ് പറഞ്ഞെങ്കിലും പിന്നെ കുഞ്ഞിൻ്റേതായ കുറേ ചെവിയുടെയും ഒക്കെ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട്, ബേബി ഗേളാണ് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയെന്ന് തോന്നുന്നു, ബേബി ഗേളാണ്. അപ്പം അവളുടെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ടി, അപ്പോഴത്തേനും അവിടെ എല്ലാവരും പോയായിരുന്നു. കാരണം നമുക്ക് കേക്ക് കൊണ്ട് തന്നവരും എല്ലാം പോയായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അതുകൊണ്ട് കേക്കും കൊണ്ട് ഇങ്ങനെ വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. ലേറ്റ് ആയത് കാരണം വീട്ടിൽ വന്നിട്ട് ഇത് പിള്ളേർ 3 കൂടെ നിന്ന് കട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത് കേട്ടോ. കുഞ്ഞിൻ്റെ മുഖം ഞാൻ കാണിച്ചിട്ടില്ല. അവർക്ക് താല്പര്യമില്ല ഇപ്പോഴേ അവരുടെ മുഖം കാണിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം എന്നും ഒരു മെമ്മറി ആയിട്ട് ഈ വീഡിയോ ഇവിടെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ഇട്ടത്. അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.